നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർഷിക ആവശ്യത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. 119.15 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. കഴിഞ്ഞ 3 വർഷത്തെ പോലെ ഇത്തവണയും ജൂൺ 1 തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞത് തമിഴ്നാടിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാണ്. സെക്കൻഡിൽ 300 ഘനയടി വെള്ളം വീതമാണ് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്നത്. ഇതിൽ 200 ഘനയടി കൃഷിക്കും 100 ഘനയടി തേനി ജില്ലയിലെ കുടിവെള്ളത്തിനും ഉപയോഗിക്കും. തേനി ജില്ലയിലെ കമ്പംവാലിയിലുള്ള 1477 ഏക്കർ സ്ഥലത്തെ നെൽപ്പാടങ്ങളിൽ ഒന്നാം കൃഷിക്കായാണ് വെള്ളം ഉപയോഗിക്കുക. അടുത്തിടെ ലഭിച്ച വേനൽ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാലാണ് ജൂൺ 1 തന്നെ വെള്ളമെടുക്കാൻ കഴിഞ്ഞത്. തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഷട്ടർ തുറന്നത്. മുല്ലപ്പെരിയാറിലെ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൃഷി ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തമിഴ്നാട്ടിലെ കർഷകർ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 118.45 അടി വെള്ളമാണ് അണക്കെട്ടിലുണ്ടായിരുന്നത്. കാലവർഷക്കാലത്ത് ജലനിരപ്പ് ഉയർന്നതോടെ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും തമിഴ്നാട്ടിൽ വർദ്ധിക്കും. തുടർച്ചയായി 4ാം വർഷവും ജൂൺ 1 തന്നെ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇത് തമിഴ്നാട് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. ഷട്ടർ തുറന്നതിനോടനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങളാണ് നടന്നത്. അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. 200 ഘനയടി വെള്ളം കൃഷിക്കും 100 ഘനയടി കുടിവെള്ളത്തിനുമാണ്. തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം മുല്ലപ്പെരിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻ സെൽവനാണ് ഷട്ടർ തുറന്നത്. തുടർച്ചയായി 120 ദിവസം വെള്ളം കൊണ്ടുപോകും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത്. തേനിയിൽ മാത്രം 14,707 ഏക്കറിൽ അധിക സ്ഥലത്താണ് കൃഷി. സാധാരണ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനനുസരിച്ച് ജൂൺ 1 വെള്ളമെടുത്തു തുടങ്ങുക. എന്നാൽ 2020 കാലവർഷം വൈകിയതിനാൽ ഓഗസ്റ്റിലാണ് ഒന്നാം കൃഷിക്ക് ഷട്ടർ തുറന്നത്. റൂൾ കർവ് പ്രകാരം ജൂലൈ 3 വരെ 136 അടിയായാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി. എന്നാൽ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുന്നതിനുള്ള നടപടികളുമായി തമിഴ്നാട് മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് കർഷകർ 5 ലക്ഷം കത്തുകൾ പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ചിലന്തിയാറിലും തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ ഒരു ഇഷ്ടിക പോലും തൊടാൻ കേരളത്തെ അനുവദിക്കില്ലെന്നാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ പ്രതികരിച്ചത്. ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കുന്നതിനെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിലെ ശ്രമത്തിനെതിരെ തമിഴ്നാട്ടിലെ പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മ മാർച്ച് നടത്തിയിരുന്നു. പുതിയ അണക്കെട്ടിനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ 2011 സമരം ശക്തമാക്കുമെന്ന് കർഷകർ കൂട്ടായ്മ പ്രസിഡന്റ് അൻവർ സിംഗ് മുന്നറിയിപ്പ് നൽകി. പാലും പച്ചക്കറിയും ഉൾപ്പെടെ ഒരു ഉൽപ്പന്നവും കേരളത്തിലേക്ക് എത്തിക്കില്ലെന്നും സിംഗം വ്യക്തമാക്കി. തമിഴ്നാട് ഫാർമേഴ്സ് അസോസിയേഷൻ കോൺഫെഡറേഷനും ഉദുമൽപേട്ട് മൂന്നാർ റോഡിലെ ചിന്നാങ്കര ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചിരുന്നു. ജൂൺ 13 കേരളത്തിലേക്കുള്ള റോഡുകൾ ഉപരോധിക്കുമെന്നും സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലലഭ്യത ഉറപ്പാക്കാൻ നടപടി ആവശ്യപ്പെട്ട് 21 മധുര ഓഫീസ് ഉപരോധിക്കാനും സംഘടന ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.